T20 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇത് തുടർച്ചയായ രണ്ടാം സെമിഫൈനൽ. കഴിഞ്ഞ തവണത്തെ പോലെ ഇംഗ്ലണ്ട് തന്നെ എതിരാളികൾ. 2 വർഷം മുമ്പ് ഓസ്ട്രേലിയയിലെ അഡ്ലേഡ് ഓവലിൽ നേരിട്ട നാണക്കേടിന് മറുപടി പറയുമോ ടീം ഇന്ത്യ? ലെ കിരീടം, 2014 ഫൈനലിൽ ശ്രീലങ്കയോട് തോൽവി, 2016 സ്വന്തം നാട്ടിൽ വെസ്റ്റ് ഇൻഡീസിനോട് സെമിയിൽ വീണു. കഴിഞ്ഞ തവണയും സെമിയിൽ പൊലിഞ്ഞു കിരീടമോഹം. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിങ്ങിനയച്ചു. തുടക്കത്തിലെ KL രാഹുൽ പുറത്തായി. രോഹിത്തും കോഹ്ലിയും സ്കോർ ചലിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 56 റൺസ് എടുക്കുമ്പോഴേക്കും രോഹിത്തും പുറത്ത്. സൂര്യകുമാർ വേഗം മടങ്ങി. 4-ാം വിക്കറ്റിൽ കോഹ്ലിയും ഹർദിക് പാണ്ഡ്യയും കൂട്ടിച്ചേർത്ത 50 റൺസ് കൂട്ടുകെട്ട് സ്കോർ 168-ലെത്തിച്ചു. എന്നാൽ ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് മേൽ ഇടിത്തീയായി ഇംഗ്ലണ്ട് ഓപ്പണർമാർ. തരിമ്പും കരുണയില്ലാതെ ബാറ്റ് വീശിയ അലക്സ് ബട്ട്ലർ ഓപ്പണിംഗ് സഖ്യം 16 ഓവറിൽ ലക്ഷ്യം കണ്ടു. ഇന്ത്യക്ക് 10 വിക്കറ്റ് തോൽവി. KL രാഹുൽ, അശ്വിൻ, ഭുവനേശ്വർ കുമാർ എന്നിവർ ഇത്തവണ ഇല്ലെന്നത് മാറ്റി നിർത്തിയാൽ ടീമിൽ വലിയ മാറ്റമില്ല. പക്ഷേ കാര്യങ്ങൾ അനുകൂലമാണ്. ഏകദിന ലോകകപ്പ് പോലെ തോൽവി അറിയാതെയാണ് സെമി പ്രവേശനം. പാകിസ്ഥാൻ ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിൽ നിന്നും ജേതാക്കളായി സൂപ്പർ 8-ൽ. അവിടെയും ഫോം തുടർന്നു. അഫ്ഗാനെയും ബംഗ്ലാദേശിനെയും ഓസ്ട്രേലിയയെയും മറികടന്നു. ഇനി ഇംഗ്ലണ്ടിൻ്റെ കാര്യം. ഗ്രൂപ്പ് ഘട്ടത്തിൽ 2 ജയം, 1 തോൽവി, 1 മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ഓസ്ട്രേലിയയ്ക്കൊപ്പം 5 പോയിന്റുമായി 2-ാം സ്ഥാനക്കാരായി സൂപ്പർ 8-ലേക്ക്. ദക്ഷിണാഫ്രിക്കയോട് 7 വിക്കറ്റിൻ്റെ തോൽവി. വെസ്റ്റ് ഇൻഡീസിനെയും അമേരിക്കയെയും തോൽപ്പിച്ച് സെമിയിലേക്ക്. T20 ലോകകപ്പ് വേദികളിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും മുഖാമുഖം കണ്ടത് 4 തവണ. 2007, 2009, 2021, 2022 പതിപ്പുകളിൽ. ഇരു ടീമിനും 2 വീതം ജയം. 2020-ൽ ഇതുവരെ ഏറ്റുമുട്ടിയത് 23 കളികളിൽ. 12 കളികളിൽ ജയിച്ച ഇന്ത്യക്ക് നേരിയ മുൻതൂക്കം മാത്രം. തോൽവി അറിയാതെ സ്വന്തം മണ്ണിൽ കലാശപ്പോരിൽ കൈവിട്ട ഏകദിന ലോകകപ്പ്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ കൈവിട്ട കിരീടം. 11 വർഷമായി ICC കിരീടമില്ലെന്ന നിരാശ. എല്ലാം മറികടക്കാൻ 2 ജയം കൂടി മതി. അതിനാദ്യം ഇംഗ്ലണ്ടിനെ മറികടക്കണം.